ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞത് വർക്കെല്ലാം ചെയ്ത് എന്ന് കരുതുന്നു. നമ്മൾ ഈ ക്ലാസ്സിൽ ലാൻഡ്സ്കേപ്പ് അത് ചെയ്യേണ്ട മീഡിയം ഇങ്ക് പെന്നാണ്. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്യണം എന്നില്ല, നിങ്ങൾ ഈ പിക്ചർ തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഏതെങ്കിലും ഒരു വർക്ക് ഓഫ് ആർട്ടിനെ കണ്ടിട്ട് അത് നിങ്ങൾ സ്കെച്ച് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇത് ഉപയോഗിച്ചിരിക്കുന്ന 3 ടൈപ്പാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഡെൻസ് ഹാച്ചിങ്, ക്രോസ് ഹാച്ചിങ്, പിന്നെന്താണ് സ്ക്വയർ ഹാച്ചിങ്. ഇത് 3നെയും പറ്റിയാണ് നമ്മൾ ഈ തരത്തിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഭൂപ്രകൃതി ചിത്രീകരണത്തിൽ വളരെ നമുക്ക് നമ്മുടേതായ ചില സങ്കല്പങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് ലൈറ്റും ഷെയ്ഡും, എങ്ങനെയൊക്കെയാണ് ഇലകളുടെ ക്രമീകരണം, എങ്ങനെയൊക്കെയാണ് ഈ വലിയ തടി എന്ന് വെച്ചാൽ പ്രധാന തടി ഉള്ള ഭാഗം അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, ഇവയെല്ലാം, പിന്നെ വെള്ളം, ലോങ് സൈറ്റിലെ പിക്ചേഴ്സ്, ഇതെല്ലാം നമുക്ക് ഇമാജിനിലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമ്മൾ ചിന്തിക്കണം, ഈ ഒരൊറ്റ ഇങ്ക് അല്ലെങ്കിൽ പെൻ, ഇങ്ക്, ആ മഷി എന്നുള്ള ഒറ്റ മീഡിയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്തെ ഷെയ്ഡും ലൈറ്റും ഹൈലൈറ്റും എല്ലാം നമ്മൾ ക്രമീകരിക്കേണ്ടത്. അത് 3 ടൈപ്പ് രീതിയിലാണ് അതിൻ്റെ എന്താണ് ഷെയ്ഡിങ് ടെക്നിക്കിൽ. നേരത്തെ സാറ് പറഞ്ഞത് സ്ക്വയർ സ്കാച്ചിങ്ങും ഡെൻസ് ഹാച്ചിങ്ങും ക്രോസ് ഹാച്ചിങ്, ഈ ടൈപ്പിലാണ് ഇതിൻ്റെ എല്ലാം ഷെയ്ഡ്. ലൈൻസ് വളരെ തിന്നായിട്ട് ഉപയോഗിക്കാം, ഹൈഡായിട്ട് ഉപയോഗിക്കാം, ഹാർഡായിട്ട് ഉപയോഗിക്കാം, ലൈറ്റായിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ പിക്ചർ തന്നെ വേണമെന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇതേ മോഡൽ ഒരു പിക്ചർ നിങ്ങളുടെ വീടിൻ്റെ ഭാഗത്തോ നിങ്ങളുടെ പരിസരത്തുണ്ടെങ്കിൽ അതും ഇത്തരത്തിൽ ക്രമീകരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സാർ മുൻപേ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ടും രസകരമായും ആസ്വദിച്ചും ചെയ്യാവുന്നൊരു വർക്കാണ് ഇത്. വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും നിങ്ങൾ ചെയ്യുക. ഇതിലല്ല, ആദ്യം നിങ്ങളുടെ പ്ലെയിൻ ബുക്കിൽ ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ പ്ലെയിൻ ബുക്കിൽ ഇതുപോലെ സ്കെച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു ട്രീ, അത് ലാൻഡ്സ്കേപ്പ് ആർട്ടായിട്ട് നിങ്ങൾ ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്തതിന് ശേഷം ഇത് ചെയ്യുക, അല്ലെങ്കിൽ അത് ഔട്ട്ലൈൻ ഇടുക, പിന്നീട് ഇതിൽ ചെയ്യുക. സാറിന് സെൻഡ് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.